സെക്കൻഡ് പാർട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കാണുന്നത് ഹീറോയിൻ്റെ പെട്ടി പാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന നമ്മുടെ ഹീറോ ലീഗയാണ്. ഇപ്പുറത്താണെങ്കിൽ ഇവൾ അവളുടെ ഗ്രാൻഡ്മയെ കോൾ ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ്മ വിളിച്ചിട്ട് ഇവളോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയാടി, ഇത്രയും മഴ പെയ്ത് കണ്ടില്ലേ, പറയാതെ പുറത്ത് പോലും നീ പറഞ്ഞിട്ടില്ലേ എന്ന്. ഇതൊക്കെ കേൾക്കുന്ന ഹീറോയിന് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് കോളൊന്ന് ഹോൾഡ് ചെയ്യുന്നു. ഹീറോ പെട്ടിയും പൾസിലും ഒക്കെ ആയിട്ട് അവളുടെ അടുത്തോട്ട് വരുന്നു. ഈ ടൈമിൽ അവൻ ഒന്നുകൂടെ സോറി പറയുന്നുണ്ട്. ഇവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എങ്ങനെ അറിയും, നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോന്ന്. ഇത് കേൾക്കുന്ന ഇവൻ്റെ കാർഡ് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ ആ കാർഡിലുള്ള ഇവൻ്റെ ജോലി ഇവൾ ഉറക്കെ വായിക്കുന്നുണ്ട്, സിറ്റി ഹാൾ. ഇത് കേൾക്കുന്ന ഗ്രാൻഡ്മ ചോദിക്കുന്നുണ്ട്, എന്ത്, നീ സിറ്റി ഹാളിലാണോ, നീ എന്ത് പ്രശ്നമാണ് ഇപ്പോൾ ഒപ്പിച്ചത്, ആരാ നിനക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്തത് ഈ കൊച്ചിനെ കൊണ്ട്. ആ ടൈമിൽ ഇവൾ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ഗ്രാൻഡ്മ, ഞാൻ വിളിക്കാം, ഒന്ന് നിൽക്കുക. ഈ ടൈമിൽ ഇവൾ നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്, അതായത് എൻ്റെ ലോയർ നിങ്ങളുമായിട്ട് ടച്ചിലുണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഡ്രൈ ക്ലീനിങ്ങിൻ്റെ ഫീസ് ഒരിക്കലും ഇതിൽ നിന്ന് കുറയത്തില്ല കേട്ടോന്ന്. ഗ്രാൻഡ്മ എന്നിട്ട് ഇവളോട് പറയുന്നുണ്ട്, പൊന്നു മോളെ, പുറത്ത് നല്ല മഴയാണ്, ഇങ്ങനെ കാലാവസ്ഥ മാറുമ്പോൾ പുറത്തോട്ട് പോലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇതൊക്കെ കേൾക്കുന്ന ഇവള് ചോദിക്കുന്നുണ്ട്, ഞാനെന്ത് കൊച്ചു കുട്ടിയാണോ, ഞാൻ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് പുറത്തോട്ട് വന്നതാ, അല്ല നിങ്ങൾക്ക് എൻ്റെ ട്രിപ്പിന് ഫണ്ട് തരാൻ പറ്റുമോ ഇല്ലയോ. അപ്പം ഗ്രാൻഡ്മ പറയുന്നുണ്ട്, പറ്റത്തില്ല എന്ന്. എന്നിട്ട് ഗ്രാൻഡ്മ പറയുന്നുണ്ട്, നീ ഒരു നല്ലൊരു ഡാർലിംഗ് ആയിരുന്നു, നീ നല്ലൊരു കുട്ടിയായിരുന്നു, നിൻ്റെ ഉള്ളിൽ ആ കുട്ടി ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം, അത് പുറത്തോട്ട് വരാനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന്. ഈ ടൈമിൽ ഇവൾ പറയുന്നുണ്ട്, ആ കുട്ടി ചത്തുപോയെന്ന്. ഇത് കേൾക്കുന്ന ഗ്രാൻഡ്മയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഗ്രാൻഡ്മ തിരിച്ചു പറയുന്നുണ്ട്, ചത്തു ചത്തു എന്ന വാക്ക് പറയില്ലെന്ന് നിന്നോട് എത്ര വട്ടമായിട്ട് ഞാൻ പറയുന്നു വന്ന. ഈ ടൈമിൽ അവൾ ആലോചിക്കുകയാണ്, അതേ ഗ്രാൻഡ്മ, ഞാൻ മരിച്ചുപോയി, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ അടുത്തില്ലാതെ ഈ മണ്ടന്മാരുടെ മുന്നിൽ കിടന്ന് ഞാൻ മരിക്കുമെന്ന് ഓർത്തില്ലെന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് മരിച്ചിരിക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ്. ഹീറോയിൻ്റെ മുമ്പിൽ 2 മണ്ടന്മാർ നിൽപ്പുണ്ട്. അത് മറ്റാരുമല്ല, ഹൂനും റോബിനുമായിരുന്നു. അവരാണെങ്കിൽ അന്തം വിട്ട് ഇവളെ തന്നെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് പ്രസൻ്റ് ആണ്. അതായത് ഹൂനും റോബിനും കൂടെ നമ്മുടെ റോബിൻ്റെ വീട്ടിലിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഈ ടൈമിൽ അവൻ്റെ വീട് നന്നായിട്ട് ചോരുന്നുണ്ട്. അപ്പോൾ ഹൂന് ചോദിക്കുന്നുണ്ട്, ഇതിനാണോടാ മണ്ട നീ പൈസ ചിലവാക്കിയത്, നീ വെറും ഒരു മണ്ടൻ തന്നെയെന്ന്. എന്നിട്ട് ഇവൻ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ സാധനത്തിൽ തൊട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് ഇതുവരെ തിളച്ചില്ലേ എന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ റോബിനില്ലേ ഹൂനോട് പറയുന്നതാണ്. അതായത് നമ്മുടെ ഹാർട്ടി ഹൗസിലെ ഗ്രാൻഡ്മയുടെ കൊച്ചുമോളില്ലേ, അവള് 50 മില്യൺ മുടക്കി ടൂറ് പോവാത്. അപ്പം ഇത് കേൾക്കുന്ന ഹൂൻ പറയുന്നുണ്ട്, ഏത് ആ തീവണ്ടി ദുരന്തവും, ഇവർക്കൊക്കെ എവിടെ നിന്നാണോ ഇത്രയും പൈസ, ഇവിടെ പൈസയുടെ മഴ പെയ്തിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നുവെന്ന് അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് അവിടേക്ക് നമ്മളുടെ കഥാനായികയായ യൂങ്ക വരുന്നത്. യൂങ്കയെ കാണുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും അങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. യൂങ്ക ചോദിക്കുന്നുണ്ട്, നീ ആരെയാടാ തീവണ്ടി ദുരന്തം എന്ന് കയറി വിളിച്ചത്, നിനക്ക് എന്താടാ വിചാരം എന്ന് ചോദിച്ച് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ടപ്പേര് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുവാണ്. ഇവരെ രണ്ടുപേരെയും ഇങ്ങനത്തെ ഇരട്ടപ്പേരാ വിളിക്കുന്നെങ്കിലും നമ്മുടെ റോബിനെ കുറച്ച് താഴ്ന്ന ഇരട്ടപ്പേരുകളാണ് കേട്ടോ ഇവർ കയറി വിളിക്കുന്നത്. ഇത് കേൾക്കുന്ന റോബിൻ പറയുന്നുണ്ട്, എടാ വല്ല കിങ്ങൊന്നും വല്ല കൂട്ടി എന്നെ കയറി വിളിക്ക്, എന്നാൽ അതിലെങ്കിലും എനിക്കൊന്ന് കിങ് ആവാമല്ലോ എന്ന്. ഇത് കേൾക്കുന്ന ഹൂൻ പറയുന്നുണ്ട്, എടാ കിങ് ആവണമെങ്കിൽ കുറച്ചൊക്കെ കോൺഫിഡൻസ് വേണം, അതൊന്നും നിനക്കില്ല എന്ന്. ഈ ടൈമിൽ യൂങ്ക ഇവനുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്. പിന്നീട് ഹൂൻ യൂങ്കയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ട്രിപ്പ് പോവാന്നൊക്കെ ഞാൻ കേട്ടല്ലോ, നീ ആദ്യം ട്രിപ്പ് പോകുന്നതിന് പകരം പൈസ മുടക്കിയിട്ട് കുറച്ച് മാനേഴ്സ് പഠിക്കാനുള്ള സ്ഥലത്ത് പോകും, അതായിരിക്കും നിനക്ക് നല്ലതെന്ന്. അതൊക്കെ എൻ്റെ സൗകര്യത്തിൽപ്പെട്ട കാര്യം വളർത്തേണ്ടിയെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നിൽക്കുവാണ്. ഈ ടൈമിൽ അവൻ പറയുന്നുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ എല്ലാവരെയും കണ്ണുവെട്ടിച്ച് ഈ ഒരു ടൂറ് പോകാമെന്ന്, കാരണം നിന്റെ ഗ്രാൻഡ്പയും ഈ ദുരന്തമായ നിന്നെ അറിയാത്ത വേറെ ആരും ഇവിടെ ഇല്ല എന്ന്. ഇത് കേൾക്കുന്ന അവൾ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണമെന്ന്. ഇത് കേൾക്കുന്ന അവൻ പറയുന്നുണ്ട്, എന്നെ ഇത്രയും വൃത്തികെട്ട പേര് വിളിച്ച ഒരുത്തി ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന്. ഇത് കേൾക്കുന്ന അവൾ പറയുന്നുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്താൽ നിങ്ങൾക്ക് $5 മില്യൺ ഞാൻ തരാമെന്ന്. ഇത് കേൾക്കുന്ന അവന്മാർക്കാണെങ്കിൽ അങ്ങ് സന്തോഷമാവുകയാണ്. ഇത്രയും നേരം യൂങ്കയെ ചീത്ത വിളിച്ച ഇവന്മാരാണെങ്കിൽ ഈ ഒരു 5 മില്യൺ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അവളുടെ കാൽ കീഴിലാവുകയാണ്. പറയും മാഡം, എന്താണ് ചെയ്യേണ്ടത് എന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോ ലീയാണ്. അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ലേഡി വന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, ഒറ്റയ്ക്ക് നീ സോളോ പാർട്ടി നടത്തുവാണ്, എന്തൊരു ശബ്ദമാണ്, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ, നല്ല റെസ്പെക്റ്റോട് കൂടി പെരുമാറാൻ പഠിക്ക്, ഈ ശബ്ദമൊക്കെ ഒന്ന് കുറച്ച് വെക്കാന്ന്. ഇത് കേൾക്കുന്ന ലീ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് അകത്തോട്ട് പോകുന്നുണ്ട്. അവൻ വീടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം അവിടെ മൊത്തം വലിച്ചു വാരി അലങ്കോലപ്പെടുത്തി ഇട്ടിരിക്കുകയാണ്. ഇവൻ അവിടെ വന്നിരുന്ന് ഒരു സിഗരറ്റും വലിച്ച് അതിലേക്കൊക്കെ നോക്കുന്നുണ്ട്. അവിടെ കിടക്കുന്ന ഹൂൻ കൊടുത്ത ആ ഒരു ഡംപിങ് യാർഡിൻ്റെ ഫയൽസും അവനടുത്തൊന്ന് വായിച്ചു നോക്കുന്നുണ്ട്. ഈ ടൈമിൽ അവനൊരു കോള് വരുന്നുണ്ട്. ഈ കോൾ അറ്റൻഡ് ചെയ്യുന്ന ലീ പറയുന്നുണ്ട്, ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട, ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തോളാം എന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ, ഏത് നേരവും എന്നെ ഇങ്ങനെ വിളിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ് അവൻ ആ കോൾ കട്ട് ചെയ്യുവാണ്.
പിന്നെ നമ്മൾ കാണുന്നത് ലീ കുറച്ച് ഫയൽസ് എടുത്ത് നോക്കുന്നതാണ്. ആ ഫയൽസിനകത്ത് ധാരാളം ആളുകളുടെ ഫോട്ടോസും കുറച്ച് ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ തന്നെ വാങ് ടു എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ ഡീറ്റെയിൽസും കിടപ്പുണ്ട്. അയാൾ കുറെ പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ട് അയാളുടെ ആളുകൾ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇവൻ വായിച്ചു നോക്കുന്നുണ്ട്. അയാൾ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ യൂങ്കയും അവന്മാർ രണ്ടും കൂടെ ചേർന്ന് ചെയ്യുന്ന ആ ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകമാണ്. അവിടെ ഇരുന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഗ്രാൻഡ്മ 50 മില്യൺ തരാതെ അവരെന്നെ പുറത്തു വിടത്തില്ലെന്നാണ് പറയുന്നത്. ഗ്രാൻഡ്മ പൈസയല്ലല്ലോ, ഞാനല്ലേ വലുത്, എന്നെ രക്ഷിക്ക് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് അഭിനയിക്കുവാണ്. വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇവന്മാരാണെങ്കിൽ എടുത്ത ടേക്ക് ശരിയാണോ നോക്കാനായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ടൈമിൽ യൂങ്കയ്ക്ക് വളരെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. അവളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നല്ലോ, അവളുടെ ഹാർട്ടൊക്കെ വേഗം ഇടിക്കാൻ തുടങ്ങുന്നു. ഇവന്മാരെ വിളിക്കാൻ ട്രൈ ചെയ്തിട്ടാണെങ്കിൽ ഇവർ തിരിഞ്ഞു നോക്കുന്നുമില്ല. അങ്ങനെ പെടഞ്ഞ് അവൾ അവിടെ ഇരുന്നിട്ട് മരിക്കുവാണ്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഗ്രാൻഡ്മയില്ലേ, ഗ്രാൻഡ്മ ഇവിടെ വരാൻ ലേറ്റ് ആവുന്ന നോക്കി ആ ഒരു ക്ലോക്കിലേക്ക് നോക്കി ഇവളെ വെയിറ്റ് ചെയ്ത് ആ ഒരു വീട്ടിൽ ഇരിക്കുന്നതാണ്. യൂങ്ക അവിടെ അവളുടെ ഗ്രാൻഡ്മയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഗ്രാൻഡ്മ, എനിക്ക് നിങ്ങളുടെ അടുത്ത് കിടന്ന് മരിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു കെണിയല്ലേ, ഞാനല്ലേ ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് പെടഞ്ഞിരുന്ന് മരിക്കുവാണ്. ഇനി ഇവന്മാർ രണ്ടുപേരും തിരിഞ്ഞിട്ട് യൂങ്കയോട് പറയുന്നുണ്ട്, എടി ഇത്തവണ എടുത്ത ടേക്ക് അങ്ങ് ശരിയായിട്ടില്ല, നമുക്ക് ഒരു ടേക്കും കൂടെ എടുക്കാം എന്ന് പറഞ്ഞ് ഇവളുടെ അടുത്തോട്ട് പോയി നോക്കുമ്പോൾ ഇവളുടെ അനക്കമില്ല. അങ്ങനെ ഹൂന് അവന്റെ വിരൽ വെച്ച് നോക്കുമ്പോഴത്തേനും ഇവളുടെ കാറ്റ് പോയി കഴിഞ്ഞു. രണ്ടുപേർക്കും ആകെ വെപ്രാളമാവുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന നമ്മളുടെ റോബിൻ പറയുന്നുണ്ട്, എടാ എന്നാൽ നമുക്ക് ഇവളെ വീട്ടിൽ കൊണ്ട് വിട്ടേക്കാന്ന്. ഇത് കേൾക്കുന്ന ഹൂൻ പറയുന്നുണ്ട്, എടാ മരപ്പെട്ടി തലയാ, നിനക്കറിയത്തില്ലേ നമ്മളാണ് ഇപ്പോൾ ഇവിടെ കിഡ്നാപ്പേഴ്സ്, അവളെ കൊന്നത് നമ്മളായിട്ടേ വരുള്ളൂ എന്ന്. ഇത് കേൾക്കുന്ന റോബിൻ ചോദിക്കുന്നുണ്ട്, അതിന് നമ്മളല്ലല്ലോ ഇതൊക്കെ ഒപ്പിച്ചത്, ഇത് അവൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്തതെന്ന്. ഇത് കേൾക്കുന്ന ഹൂൻ പറയുന്നുണ്ട്, എടാ ആര് വിശ്വസിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഡിലീറ്റ് എന്ന് പറഞ്ഞ് ഇവർ രണ്ടും നോക്കുവാണ്. ഇവരാകെ അങ്ങ് ടെൻഷനായിട്ട് പോവാണ്. ഒരുപാട് നേരമായിട്ടും നമ്മുടെ ഹീറോയിനെ കാണാത്ത ഗ്രാൻഡ്മ ഒരുത്തനെ വിളിച്ചിട്ട് അവളുടെ ഫോൺ നമ്പർ ട്രാക്ക് ചെയ്യാനായിട്ട് പറയുവാണ്. അവൻ ചോദിക്കുന്നുണ്ട്, ഇത് എത്രാമത്തെ തവണയാണ് നിങ്ങൾ ഈ പൈസ മുടക്കി പരിപാടി ചെയ്യുന്നത്, ആ പെണ്ണ് ഏതായാലും വീട്ടിലോട്ട് തിരിച്ചു വരുമെന്ന്. ഇത് കേൾക്കുന്ന ഗ്രാൻഡ്മ ചോദിക്കുന്നുണ്ട്, എടാ പട്ടി, നിനക്ക് പൈസ തന്നിട്ടല്ലേടാ ഞാൻ ചെയ്യാൻ പറയുന്നത്, അല്ല നിന്റെ ഔദാര്യത്തിന് ചെയ്യാനൊന്നും അല്ലല്ലോ പറയുന്നത്, പൈസ തരുന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യം അങ്ങോട്ട് ചെയ്താൽ മതി, ഇങ്ങോട്ടൊന്നും ചിലക്കേണ്ടെന്ന്. അവൻ അങ്ങനെ അവളുടെ ഫോണ് ട്രാക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുവാണ്. പിന്നീട് നമ്മൾ കാണുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൂനെയും റോബിനെയുമാണ്. നമ്മുടെ ഹീറോയിൻ്റെ ഫോൺ അവിടെ കിടന്ന് റിങ് ചെയ്യുമ്പോഴത്തേനും അവൻ അത് അവിടെ നിന്ന് അടിച്ച് താഴെ ഇടുന്നുണ്ട്. പിന്നീട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കരയുമാണ്. ഈ ടൈമിൽ നമ്മളുടെ ഹീറോയിൻ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും, ഇത് ഞാൻ തന്നെ വരുത്തി വെച്ച പണിയാണ്, ഇതെല്ലാം എൻ്റെ പ്ലാൻ കാരണമാണ് നടന്നത് എന്ന്. ഈ ടൈമിൽ ഇവന്മാർ ഇവിടെ കിടന്ന് കരയുന്നുണ്ട്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ, ഞങ്ങൾക്ക് പോലീസ് അറസ്റ്റ് ചെയ്യണ്ടേ, ഞങ്ങൾക്ക് ജീവിക്കണമേ ഇങ്ങനെ പറഞ്ഞ്. ഈ ടൈമിലാണ് ഹീറോയിൻ ഇവന്മാരോട് പറഞ്ഞ ആ ഒരു പ്ലാൻ, ആ ഒരു പണി നമ്മളെ കാണിക്കുന്നത്. അത് മറ്റൊന്നും ആയിരുന്നില്ല, ഇവർക്ക് ട്രിപ്പ് പോകാനായിട്ടുള്ള പൈസ സംഘടിപ്പിക്കണം, അതിനാൽ തന്നെ ഇവന്മാർ ഒരു കിഡ്നാപ്പിംഗ് ഡ്രാമ കളിക്കണമെന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ റോബിൻ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും, ആ ഗ്രാൻഡ്മ അവരൊരു പാവം സ്ത്രീയല്ലേ, നമ്മൾ എങ്ങനെയാണ് അവരെ പറ്റിക്കുക എന്ന്. ഇത് കേൾക്കുന്ന യൂങ്ക പറയുന്നുണ്ട്, എടാ മരത്തലയാ, നിനക്ക് കുറച്ച് കട അവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന ടൈമിൽ അവർ നിന്നെ എത്രത്തോളം ചൂഷണം ചെയ്തു, ഇതൊരു പ്രതികാരം വീട്ടാൻ പറ്റിയ അവസരമല്ലേ, നമുക്ക് മാക്സിമം യൂസ് ചെയ്യാമെന്ന്. ഇവരിങ്ങനെ വേണോ എന്ന് ചോദിച്ചിരിക്കുന്ന ടൈമിലും 5 മില്യൺ തരാമെന്ന് പറഞ്ഞ് ഇവളാണ് ഇവരെ ഇതിനകത്തോട്ട് വലിച്ചിടുന്നത്. അതായത് ഇവളെ വരുത്തി വെച്ച തന്നെ പണി. പിന്നെ നമ്മൾ കാണുന്നത് ആ ഡംപിങ് യാർഡിലേക്ക് ഇവളുടെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ പോകുന്ന ഇവന്മാരെയാണ്. എടാ കുറച്ച് വേഗം തള്ളാൻ പറഞ്ഞ് ഇവരങ്ങോട്ട് ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് അതങ്ങോട്ട് തള്ളി വെക്കുന്ന ടൈമിൽ തന്നെ അവിടേക്ക് ഒരാൾ വരുവാണ്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ഹീറോ ആയിരുന്നു. ഹീറോ ഇവിടെ ഹൂനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടോ, ഓഹോ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ കംപ്ലൈൻറ്റ് തന്നിട്ട് നിങ്ങൾ തന്നെ ഇവിടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുവാണ്, കൊള്ളാലോ കാര്യങ്ങളൊക്കെ. ഇത് കേൾക്കുന്ന നമ്മുടെ ഹൂൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഇവിടെ, ഇത് ഓഫീസിൽ കണ്ട ആ സാറല്ലേ, നീ എന്താടാ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളല്ലേ ഇവിടെ കംപ്ലൈൻറ്റ് തന്നത്, അതൊന്ന് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ഞാൻ വന്നതാണെന്ന്. ഇത് കേൾക്കുന്ന ഹൂനാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് പറയുന്നുണ്ട്, കംപ്ലൈൻറ്റോ, എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്ന്. അങ്ങനെ അവളുടെ ബോഡി ഇട്ടിരിക്കുന്ന ആ കാർഡിന് മുന്നിൽ കിടന്ന് ഈ മണ്ടന്മാർ രണ്ടും കൂടെ ഇങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കുവാണ്. ഈ ടൈമിൽ സംശയം തോന്നുന്ന നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഒന്ന് മാറിക്കേ, നിങ്ങളുടെ പുറകിലെന്താ, എനിക്ക് കാണണമല്ലോ എന്ന്. അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തള്ളി നിൽക്കുന്ന ടൈമിൽ അറിയാതെ ആ ബോഡി ഇട്ട ആ കാട്ടില്ലേ അതങ്ങോട്ട് ഉരുണ്ടു പോന്നു. അത് നേരെ പോയിട്ട് അന്ന് നമ്മൾ കണ്ടില്ലേ കുറച്ച് സംഭവമൊക്കെ കിടക്കുന്ന സ്ഥലം, അങ്ങോട്ടാണ് വീഴുന്നത്. അവിടെ പോയിട്ട് അവളുടെ ബോഡി വീഴുവാണ്. ഈ ടൈമിൽ നമ്മുടെ ലീ ചോദിക്കുന്നുണ്ട്, അതെന്താ? ഇത് കേൾക്കുന്ന ഹൂൻ പറയുന്നുണ്ട്, അതൊരു പ്രതിമ. ഇത് കേൾക്കുന്ന ലീക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. അവനാണെങ്കിൽ ഇവരുടെ മുഖത്തോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് വെച്ച് പിടിക്കുവാണ്. ഇത് കാണുന്ന ഹൂനും റോബിനും ഇവന്റെ പുറകെയും എന്ത് ചെയ്താലും ഇവനെ കാണിക്കില്ല എന്നുള്ള രീതിയിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാർ കിടന്ന് പിടുത്തമാണ്.
അവിടെ പോയി നോക്കുമ്പോഴത്തേനും ഇവളുടെ ബോഡി കാണുന്നില്ല. ഈ ടൈമിൽ ഇവന്മാർ കരഞ്ഞോണ്ട് ഇവനോട് പറയുന്നുണ്ട്, എടാ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഇതൊരു അബദ്ധം മാത്രമായിരുന്നു, ഇത് അവൾ തന്നെ ഒപ്പിച്ചു വെച്ച പണിയാണ്, ഇവിടെ ഞങ്ങൾ ഇതിനകത്തോട്ട് വലിച്ചിട്ടതാണ്. ഇത് കേൾക്കുന്ന അവൻ ചോദിക്കുന്നുണ്ട്, ഇത് മറ്റേ പെണ്ണാണോ? ആ ഗ്രാൻഡ്മാടെ കൊച്ചുമോള് ആ ഒരു വട്ടുപിടിച്ച കേസ്. അപ്പോൾ പറയുന്നുണ്ട്, അതെ ഇത് യൂങ്കെ തന്നെയാണ്. ഇത് കേൾക്കുന്ന ഇവരാണെങ്കിൽ പോലീസിനെ വിളിക്കാനായിട്ട് നമ്പർ പിടിച്ച് ഞെക്കുന്നുണ്ട്. നമ്പർ പിടിച്ച് ഞെക്കി കഴിയുമ്പോഴത്തേനും ഹൂൻ അങ്ങോട്ട് വന്ന് ഇവനെ പിടിച്ചു വെച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഇവനോട് തുറന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ കിഡ്നാപ്പേഴ്സ് ആയിരുന്നു, അവൾ അവിടെ ഇരുന്ന് മരിച്ചുപോയി, ഞങ്ങൾ അവളെ തൊട്ടിട്ട് പോലും ഇല്ല എന്ന്. പക്ഷെ അപ്പം തന്നെ കോൾ അറ്റൻഡ് ആയി കഴിഞ്ഞിരുന്നു. ഇവൻ തന്നെ നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞു. പോലീസ് ഇവനെ അങ്ങോട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ തീർച്ചയായും വേഗം അങ്ങോട്ടെത്താം, നിങ്ങൾ സേഫ് അല്ലേ മിസ്റ്റർ ലീ എന്ന്. ലീ ആണെങ്കിൽ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്യുവാണ്. തങ്ങളുടെ ജീവിതം പോയ കേസ് ഓർത്തിട്ട് ഇവന്മാർ രണ്ടും കൂടെ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. പോലീസ് അങ്ങോട്ട് വന്നിട്ട് ഇവരെ ചോദ്യം ചെയ്യുവാണ്. ആ ഭാഗങ്ങളൊക്കെ അവരെ തിരയുന്നുണ്ട്. പക്ഷെ ബോഡി അവിടെ കാണുന്നില്ല. അങ്ങനെ നമ്മുടെ നായകൻ ലീഡ് എടുക്കുക വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പം അവൻ പറയുന്നുണ്ട്, ഇവനിവിടെ ഒരു പെൺകുട്ടിയുടെ ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു, ഞാനത് കണ്ടു എന്ന്. ഈ ടൈമിൽ പോലീസുകാരനോട് ഇവൻ പറയുന്നുണ്ട്, യൂങ്കയില്ലേ ഹേർട്ടി ഹൗസിലെ ഗ്രാൻഡ് മദറിൻ്റെ കൊച്ചുമോള്, അവളെയാണ് ഇവർ കൊന്നത് എന്ന്. ഈ ടൈമിൽ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്ന യൂങ്കയാണോ നിങ്ങളുടെ പുറകിൽ നിൽക്കുന്നത് എന്ന്. ഇത് കാണുന്ന അവനൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ ടൈമിൽ യൂങ്കേവിൻ്റെ പുറകിൽ തന്നെ ഇവനെ തന്നെ നോക്കി നിൽപ്പുണ്ട്. ഈ ടൈമിൽ ഇവൻ തിരിഞ്ഞു നോക്കിയിട്ട് പോലീസിനെ തിരിഞ്ഞിട്ട് പറയുന്നു, അതെ 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 ആ പെൺകുട്ടി തന്നെയാണ് മരിച്ചത്, ഇവന്മാർ കൊന്നത് ആ പെൺകുട്ടിയെ തന്നെയാണെന്ന്. പെട്ടെന്നാണ് ഇവന് ബോധം വരുന്നത്. മരിച്ച അവളങ്ങനെ തിരിച്ചു വരും? ഇത് കേൾക്കുന്ന പോലീസ് പറയുന്നുണ്ട്, ഇവന്മാർക്കെല്ലാം വട്ടാണെന്ന് പറഞ്ഞ് അവരവിടെ നിൽക്കുവാണ്. ഈ ടൈമിൽ നിൽക്കുന്ന യൂങ്കയെ ഹോൺ വിളിച്ചിട്ട് റോബിന് കാട്ടിക്കൊടുക്കുവാണ്. റോബിനാണെങ്കിൽ അവിടെ ഇരുന്ന് ചിരിച്ചിട്ട് അവിടെ തന്നെ ബോധം കെട്ട് വീഴുവാണ്. പുറകെ തന്നെ ഹോനും വീഴുന്നുണ്ട്. സ്വാഭാവികം, മരിച്ചയാളല്ലേ, പൊങ്ങി നിന്നാൽ ആരും വീഴും. പിന്നീട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് ചിന്തിക്കുവാണ്, അതായത് ഇവിടെ മരിച്ചതായിട്ട് ഞാൻ കണ്ടതാണല്ലോ, ഇപ്പോൾ എങ്ങനെയാണ് ജീവിച്ചത്, ഇതെന്തൊരു മറിമായമെന്ന് അവൻ അങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ്. അങ്ങനെ ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് സീനിൽ ഒരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയിൻ്റെ തലയിലേക്ക് തറച്ചു കയറാൻ വന്ന ആ കത്രികയും കത്തിയൊക്കെ ഇല്ലേ, ഹീറോ സൂപ്പർ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു സ്ഥലത്തോട്ട് മാറ്റിവിടുന്നുണ്ട്. പിന്നീട് അവൻ പോയി അവിടെ പൊട്ടിയ ആ പൈപ്പില്ലേ, അതും അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് ശരിയാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോ നിസാരക്കാരനല്ല, അവൻ എന്തൊക്കെയോ പവേഴ്സ് ഉണ്ട്. ഇതോടുകൂടി തന്നെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വളം, എന്നാലേ ഞാൻ വളരൂ, ഞാൻ വളർന്നാലേ വീഡിയോ വരൂ. സോ അതുവരേക്കും നെക്സ്റ്റ് വീഡിയോ വരേക്കും ടേക്ക് കെയർ.